മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നിസ്സംഗത വെടിഞ്ഞ് ഉടൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഇടുക്കിയിലും തിരുവനന്തപുരത്തും ദില്ലിയിലും ജനപ്രതിനിധികൾ ഉപവാസ സമരം നടത്തുകയാണ്. ES ബിജിമോൾ നടത്തുന്ന നിരാഹാര സമരം രണ്ടാം ദിവസത്തിലേക്ക് കടന്നു. ദില്ലിയിൽ ഇരുമുന്നണിയിലെയും എംപിമാർ പാർലമെന്റിന് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തി. തിരുവനന്തപുരത്ത് AG's ഓഫീസിന് മുന്നിൽ റോഷി അഗസ്റ്റിനും സത്യാഗ്രഹ സമരം തുടരുകയാണ്. പാർലമെന്റിലും കേന്ദ്ര സർക്കാരിന് മുന്നിലും മുല്ലപ്പെരിയാർ വിഷയം കേരളം വീണ്ടും ഉന്നയിക്കുകയാണ്. നിയമത്തിന്റെ വഴിയും കേരളം ആലോചിക്കുന്നുണ്ട്. ഇനി കേന്ദ്ര സർക്കാരിന്റെ മറുപടിയാണ് നിർണായകം. രാവിലെ 10:30 LDF UDF എംപിമാർ പാർലമെന്റിന് മുന്നിൽ ധർണ ആരംഭിച്ചത്. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും അടിയന്തരമായി ഇടപെടണമെന്ന് എംപിമാർ ആവശ്യപ്പെട്ടു. പ്രതിരോധ മന്ത്രി AK ആന്റണി എംപിമാരെ സന്ദർശിച്ചു. രാവിലെ ഞാൻ പവൻകുമാർ സംസാരിച്ചു. കേരള മന്ത്രിമാർ വരുന്നവരും പറഞ്ഞു. ടെൻഷനാണ് ഞാൻ പറഞ്ഞു. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഇടുക്കി MLA റോഷി അഗസ്റ്റിൻ തിരുവനന്തപുരത്ത് ഉപവാസ സമരം നടത്തുന്നു. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ AG's ഓഫീസിന് മുന്നിലാണ് റോഷി അഗസ്റ്റിനും കേരള കോൺഗ്രസ് നേതാക്കളും സമരം നടത്തുന്നത്. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് താഴ്ത്തുക, പുതിയ ഡാം അടിയന്തരമായി നിർമ്മിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് തിരുവനന്തപുരത്ത് റോഷി അഗസ്റ്റിൻ MLAയും ഉപവാസം നടത്തുകയാണ്. സമരത്തിന് പിന്തുണയുമായി മലങ്കര കാത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ ബസോലിയസ് ക്ലിമിസ് കാത്തോലിക്ക ബാവ അടക്കമുള്ളവർ പന്തലിലെത്തി. 1802 ദിവസം പിന്നിട്ട മുല്ലപ്പെരിയാർ സമരസമിതിയുടെ പ്രതിഷേധ സമരങ്ങൾക്ക് മുമ്പെമ്പും ലഭിക്കാത്ത തരത്തിലുള്ള പിന്തുണയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നാടിന്റെ നാനാഭാഗത്തു നിന്നും നിരവധി ചെറു സംഘങ്ങളാണ് സമരസമിതിക്ക് അഭിവാദ്യം അർപ്പിച്ച് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. ES ബിജിമോൾ MLAയും സമരസമിതി നേതാക്കളും നിരാഹാരം തുടരുകയാണ്. PC തോമസും ഉപവാസം ആരംഭിച്ചു. സമരക്കാർ ജയലളിതയുടെ കോലം കത്തിക്കുകയും ശയനപ്രദക്ഷിണം നടത്തുകയും ചെയ്തു. തമിഴ്നാട്ടുകാരായ തോട്ടം തൊഴിലാളികളും സമരത്തിന് അഭിവാദ്യം അർപ്പിച്ചു. മനോജ് മേനോൻ, ദില്ലി. CG കടക്കൽ, തിരുവനന്തപുരം. TG സജിത്ത്, ഇടുക്കി, ഇന്ത്യ വിഷൻ.